ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ച് തുടങ്ങിയ വീഡിയോ ആണ്. പക്ഷേ ഈ വീഡിയോ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടാ. അതുപോലെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പയ്യെ പറയാം. അപ്പം രാവിലെ ഒരു 8:30 എണീച്ച് കുളിച്ച് ഫ്രഷായി. അതുപോലെ ഇന്ന് കുഞ്ഞിക്ക് പൂളുണ്ട ദിവസം കൂടിയാണ്. അപ്പം രാവിലെ എണീച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ഈ സമയത്തൊന്നും എണീക്കില്ല. 10-10:30 രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണീച്ച് കുളിച്ച് ഫ്രഷായിട്ട് ഒന്ന് അമ്പലത്തിൽ പോകണമെന്നുണ്ടായിന്. അതുമാത്രമല്ല അവളെ റെഡിയാക്കണം, പൂടണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളില്ലോണ്ട് വേഗം റെഡിയാവാണ് ചെയ്തത്. വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നും ഇല്ല. ഞാൻ ഓൾറെഡി എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കണേ. അതുപോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി ഗൈസ്. ആൾ നാട്ടിലില്ലാത്തതുകൊണ്ട് വലിയ സെലിബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് ചോദിച്ചു. അതുപോലെ ആളെ ഞാൻ കാണിക്കാത്തത് എന്താ വെച്ചാൽ ആൾക്ക് വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ല. മാത്രമല്ല ആൾ നാട്ടിലില്ല, മിലിറ്ററിക്കാരവസ്ഥ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇതിന് ഒരാഴ്ചപ്പെട്ട ആൾ ലീവ് കഴിഞ്ഞ് പോയതേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നും സെലിബ്രേഷൻസ് ഒന്നുമില്ല. നമ്മൾ 3 വർഷമായിട്ടും സെലിബ്രേഷൻ ചെയ്തിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ആൾ നാട്ടിലുണ്ടാവില്ല. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് അമ്പലത്തിലെല്ലാം പോയിട്ടാണ്. നമ്മൾ വീടില്ല അമ്പലത്തിൽ തന്നെയാണ് പോയത്. കുഞ്ഞ് എൻ്റെ പരം മഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അവൾക്ക് പനി ആയതുകൊണ്ട് തന്നെ ഭയങ്കര വാശിയായിരുന്നു. അതുകൊണ്ടാട്ടോ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഭയങ്കര വാശിയും കാര്യങ്ങളായതുകൊണ്ട് എൻ്റെ പരം തന്നെ എന്നിട്ട് ആരെ എമ്മി പോകുന്നുണ്ടായിട്ടാ. അങ്ങനെ അമ്പലത്തിലെല്ലാം പോയിട്ട് പൂരായതുകൊണ്ട് തന്നെ പൂരക്കഞ്ഞി മച്ചാറും ചായ എന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിന്. വേറെ ഒന്നും ആക്കിയിട്ടാണ്. അത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചോറും കറിയെല്ലാം അമ്മ ആക്കിയോണ്ട് പിന്നെ അമ്മയോട് ഞാൻ പറഞ്ഞു പായസം ഞാൻ ആക്കാണ്ട്. അങ്ങനെ പായസം ഞാനാക്കി. സാധാരണ ഈ ഭാഗത്ത് ഞാൻ തിരിഞ്ഞു നോക്കല്ല ഗൈസ്. ആരം കൊണ്ടൊക്കെ അങ്ങനെ പറയണം. ഭർത്താവിൻ്റെ വീട്ടിൽ അടുക്കള പണി എന്നിട്ട് കഥാരം കൊണ്ടൊക്കെ പറയണം. കമൻറ്റ് ചെയ്യണേ. അപ്പം പായസം ഞാനാക്കി. പിന്നെ ഉച്ചക്ക് അവൾക്ക് ഇലയിൽ ചോറ് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിട്ട് അവൾ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട്. കാരണം എന്ന് വെച്ചാൽ പനി ആയതുകൊണ്ട് തന്നെ ഭയങ്കര വാശിയായിരുന്നു. ആരെ കൈമി പോകുന്നുണ്ടായിട്ടാണ്. അങ്ങനെയെല്ലാം ആയതുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച. പക്ഷേ കുറച്ച് നേരം എന്തോ ഇരുന്ന് പോയി ആ ഇലയുടെ മുമ്പിൽ. ഭക്ഷണം കംപ്ലീറ്റ് അവൾ കളയാണ് ചെയ്തത്. ഒന്നും കഴിച്ചിട്ടാ. അവൾ വായിലിട്ട് കൊടുത്തത് അവൾ തുപ്പുകയാണ് ചെയ്തത്. മേ ബി പനിയുള്ളത് കൊണ്ടായിരിക്കാം ഭക്ഷണമൊന്നും കഴിച്ചിട്ടാണ്. അതെല്ലാം കളയാണ് ചെയ്തത്. അതുപോലെ ആരെല്ലോ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുഞ്ഞക്ക് വയ്യാണ്ടായാലും അമ്മമ്മയുടെ അടുത്ത് പോകില്ലാന്ന്. ശരിയാണ് ഗൈസ്. എൻ്റെ അടുത്ത് മാറുന്നുണ്ടായിട്ട് അവൾ. സാധാരണ എൻ്റെ ഒപ്പരല്ല, അധികവും മിക്കവാറും അമ്മയുടെ ഒപ്പരാണ് ഉണ്ടാവല്. അമ്മയാണ് അവളെ കുളിപ്പിക്കുകയെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്ത് അച്ഛമ്മ കുഞ്ഞാണ്. പക്ഷേ ഇതെന്തോ ഫീഡ് ചെയ്യാൻ മാത്രമേ എൻ്റെ ഒപ്പരം വരില്ലല്ലോ. പക്ഷേ ഈ 2 ദിവസം അവൾ എൻ്റെ അടുത്ത് മാറിയിട്ടാണ്. പിന്നെ അവൾ അമ്മ എടുത്തുകൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് പായസം കൂടെ കുടിച്ചിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ വെച്ചാൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് അവൾ കളിച്ചിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ കളിച്ചിട്ടേ ഇല്ല. ഭയങ്കര വാശിയായിരുന്നു. വയ്യായിക കൊണ്ടായിരിക്കാം. അതിന് ശേഷം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടാ. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ.